ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ദുറൂസുൽ ഇസ്ലാം 2 2025 മൂന്നാം ക്ലാസ്സിൻ്റെ വാർഷിക പരീക്ഷ നടന്നതിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളൊക്കെ നോക്കി ഉത്തരങ്ങളൊക്കെ മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആശിക്കുന്നതെല്ലാം ലഭിക്കുന്ന സ്ഥലം എവിടെയാണ്? ഒക്കെ ആശിക്കുന്നതൊക്കെ ലഭിക്കുന്നത് സ്വർഗത്തിലാണ്. ആശിക്കുന്നതെല്ലാം ലഭിക്കും, സ്വർഗം. മനസ്സിലാക്കുക. അടുത്തതാ പരിശുദ്ധ കഅബ. പരിശുദ്ധ കഅബ ആദ്യമായി നിർമ്മിച്ചത് മലക്കുകളാണ്. അടുത്തത് ഖദീജ ബീവി വിവാഹം കഴിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയസ്സ് 25 വയസ്സാണ്. അന്ന് ഖദീജ ബീവിക്ക് 40 വയസ്സും. മനസ്സിലാക്കണം കേട്ടോ. ഖദീജ ബീവി വിവാഹം കഴിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയസ്സ് 25ഉം ഖദീജ ബീവിക്ക് 40 വയസ്സുമാണ്. ഹുദൈഫ ആദ്യം വെള്ളവുമായി സമീപിച്ച സഹാബി ആരായിരുന്നു? ഹാരിസ റളിയല്ലാഹു അൻഹു. ഹുദൈഫ യർമൂക്ക് യുദ്ധഭൂമിയിൽ വെള്ളപ്പാത്രവുമായി ഓടി നടന്നു അല്ലേ? ഹുദൈഫ യർമൂക്ക് യുദ്ധഭൂമിയിൽ വെള്ളപ്പാത്രവുമായി ഓടി നടന്നത് ആര്? ചോദ്യം വരാറുണ്ട്. ഹുദൈഫ റളിയല്ലാഹു അൻഹു. ആദ്യം ഹാരിസ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്കും പിന്നെ അയ്യാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്കും പിന്നെ ഇക്രിമ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്കും അങ്ങനെ വെള്ളപ്പാത്രവുമായി ഓടി നടക്കുന്നു. അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെ കൂട്ടിന് തിരഞ്ഞെടുക്കുന്നവർക്ക് ഉണ്ടായിരിക്കണം എന്താണ്? സൽസ്വഭാവം. കൂട്ടിന് തിരഞ്ഞെടുക്കുന്നവർക്ക് ഉണ്ടായിരിക്കണം സൽസ്വഭാവം. അടുത്തതാ ആദ്യമായി ഖുർആൻ അവതരിച്ച മാസം റമളാനിലാണ്. ഖുർആൻ അവതരിച്ചത് റമളാനിലാണ്. അപ്പോൾ അത് ടിക്ക് ചെയ്യാം. അടുത്തതാ റഫ്രഫ എന്ന വാക്കിൻ്റെ അർത്ഥം ചിറകിട്ടടിച്ചു എന്നാണ് റഫ്രഫ എന്നതിൻ്റെത്. അവസാനത്തെ അറബി ചാപ്റ്റർ അതിൽ പക്ഷി ചിറകിട്ടടിക്കുന്നുണ്ട്. അവർ പക്ഷിയുടെ കുഞ്ഞിനെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ തള്ളപ്പക്ഷി വന്ന് അവരുടെ തലക്ക് മുകളിൽ ചിറകിട്ടടിച്ചു എന്ന ആ ഭാഗം പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് അറബി ചാപ്റ്ററിൽ നിന്നാണ് ഇങ്ങനത്തെ മീനിങ്സ് വരിക. മനസ്സിലാക്കുക. അടുത്താണ് നരകത്തിലെ ഒരു ഭക്ഷണം ലൊരിയ് വിഷച്ചെടിയുടെ മുള്ളാണ്. അപ്പോൾ നരകത്തിലെ ഭക്ഷണം ലൊരിയ് എന്നത്. അടുത്തത് 25 വയസ്സായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കച്ചവട യാത്ര ചെയ്തു. എവിടേക്കാണ്? സിറിയയിലേക്ക് ഖദീജ ബീവിയുടെ കച്ചവട ചരക്കുകളുമായി. കൂടെ ഖദീജ ബീവിയുടെ ഭൃത്യ മൈസറത്തും ഉണ്ടായിരുന്നു. മനസ്സിലാക്കുക. അടുത്തതാ മാൻകുട്ടി എന്നാണ് അർത്ഥം. ഹുഷ്ഫുൻ മാൻകുട്ടി. ഇനി ചേരുംപടി ചേർക്കാൻ എന്താ വന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ വായിക്കാൻ ശീലിച്ചവനല്ല. ഇഖ്റ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു മാ അന ബികാരി, ഞാൻ വായിക്കാൻ ശീലിച്ചവനല്ല. അപ്പം അതിൻ്റെ സി ഏതാ? ഖദീജ റളിയല്ലാഹു അൻഹ. അതാണ് അങ്ങയെ അല്ലാഹു തആല ഒരിക്കലും കൈവിടില്ല. ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുന്നു, അങ്ങയെ ഒരിക്കലും അള്ളാഹു കൈവിടില്ല എന്ന് പറഞ്ഞിട്ട്. അടുത്ത ജിബ്രീൽ അലൈഹിസ്സലാം ഇഖ്റ വായിക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. ഇഖ്റ വായിക്കൂ. വറഖത്ത് ഇബ്നു നൗഫൽ ആരാണ്? ഭയപ്പെടേണ്ടതില്ല. ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൊണ്ട് പോകുന്നു വറഖത്ത് ഇബ്നു നൗഫലിൻ്റെ അടുത്തേക്ക്. അപ്പോൾ അദ്ദേഹം പറയുന്നു ഭയപ്പെടേണ്ടതില്ല എന്ന്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വെച്ചാലാണ് നമുക്കിത് ഇതുപോലെ അടയാളപ്പെടുത്താൻ കഴിയുള്ളൂ. ആ ഭാഗമൊക്കെ മനസ്സിലാക്കട്ടാ. അടുത്തതിന് പൂരിപ്പിക്കാനാണ്. നരകം ശിക്ഷയുടെ വീടാണ്. അത് ഡാഷ് ചെയ്തവർക്കുള്ളതാണ്. എന്ത് ചെയ്തവർക്കുള്ളതാണ്? തിന്മ ചെയ്തവർക്കുള്ളതാണ്. നരകം ശിക്ഷയുടെ വീടാണ്. അത് തിന്മ ചെയ്തവർക്കുള്ളതാണ്. അടുത്തത് സ്നേഹത്തിലും കാരുണ്യത്തിലും ഡാഷ് ഒരു ശരീരം പോലെയാണ്. ആരാണ്? സത്യവിശ്വാസി. സ്നേഹത്തിലും കാരുണ്യത്തിലും സത്യവിശ്വാസി ഒരു ശരീരം പോലെയാണ്. അപ്പോൾ സത്യവിശ്വാസി എന്ന് എഴുതാം. യൗമുദ്ദീൻ എന്താണ്? പ്രതിഫലം നൽകുന്ന ദിനം യൗമുദ്ദീൻ. അടുത്തത് സ്വർഗം ലഭിക്കണമെങ്കിൽ ഡാഷ് വേണം, സൽക്കർമ്മങ്ങളും ചെയ്യണം. എന്താണ്? ഈമാൻ വേണം, സൽക്കർമ്മങ്ങളും ചെയ്യണം. സ്വർഗം ലഭിക്കണമെങ്കിൽ ഈമാൻ വേണം, സൽക്കർമ്മങ്ങളും ചെയ്യണം. അടുത്തത്
കൂട്ടുകാർ ദുനിയാവിൽ ഡാഷ് ഇല്ലാത്തവനായിരിക്കണം. എന്താണ്? അത്യാഗ്രഹം. അങ്ങനെയുള്ള കൂട്ടുകാരെ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, കൂട്ടിന് തിരഞ്ഞെടുക്കുന്നവർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കൂട്ടുകാർ ദുനിയാവിൽ അത്യാഗ്രഹമില്ലാത്തവനായിരിക്കണം. ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. സ്വർഗത്തിലെ സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആര്? സ്വർഗത്തിലെ സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠർ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ്. സ്വർഗസ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാണ്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒറ്റക്കിരുന്ന് ഇബാദത്ത് ചെയ്ത ഗുഹ ഏതായിരുന്നു? ഹിറാ ഗുഹ. ഹിറാ ഗുഹയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒറ്റക്കിരുന്ന് ഇബാദത്തിൽ മുഴുകിയിരുന്നത്. ഖദീജ ബീവിയുടെ ഭൃത്യൻ്റെ പേരെന്ത്? ഖദീജ ബീവിയുടെ ഭൃത്യൻ മൈസറത്ത്. മൈസറത്താണ് ഖദീജ ബീവിയുടെ ഭൃത്യൻ മൈസറത്ത്. കഅബയോട് ചേർന്ന് വളച്ച് കെട്ടിയ സ്ഥലത്തിൻ്റെ പേരെന്താണ്? ഹിജ്ർ ഇസ്മായിൽ. ഹിജ്ർ ഇസ്മായിൽ എന്നാണ്. ആവശ്യം എന്നതിൻ്റെ അറബി പദമെന്ത്? ആവശ്യം. ആവശ്യം എന്നതിൻ്റെത് ഹാജ. ഹാജ എന്നാണ്. അപ്പോൾ ഇങ്ങനെ അറബി ഉള്ളത് നമ്മൾ അറബി ചാപ്റ്ററിലെ ഏതെങ്കിലും ഒരു മീനിങ് ആണ് ചോദിക്കുക. അറബി പാഠത്തിൻ്റെ നെക്റോ നഫമോ ഭാഗത്ത് വരുന്ന മീനിങ് ഒന്ന് മനസ്സിലാക്കി വെച്ചാലാണ് നമുക്ക് ഇതേപോലുള്ള ചോദ്യത്തിൻ്റെ ആൻസർ എഴുതാൻ കഴിയുള്ളൂ, മനസ്സിലാക്കുക. ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്. മരണപ്പെട്ട സ്നേഹിതനോടുള്ള കടമ നിറവേറ്റൽ എങ്ങനെയാണ്? അതായത് നമ്മുടെ കൂട്ടുകാരൻ മരണപ്പെട്ടിട്ടുണ്ട്, അവരോടുള്ള കടമ നമ്മൾ എങ്ങനെയാണ് നിറവേറ്റൽ? അവന് വേണ്ടി പ്രാർത്ഥിക്കുക, അവൻ്റെ ബന്ധുക്കളോടും സ്നേഹിതന്മാരോടും സ്നേഹബന്ധം പുലർത്തുക. അവന് വേണ്ടി പ്രാർത്ഥിക്കുക, അവൻ്റെ ബന്ധുക്കളോടും അവൻ്റെ സ്നേഹിതന്മാരോടൊക്കെ സ്നേഹബന്ധം പുലർത്തിയാണ് മരണപ്പെട്ട സ്നേഹിതനോട് നമ്മൾ കടമ നിറവേറ്റേണ്ടത്. ഇനി സ്വർഗത്തിൻ്റെ 2 അനുഗ്രഹങ്ങൾ എഴുതുക. സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ കുറേ പറഞ്ഞിട്ടുണ്ട് അവിടെ. അതിൽ അള്ളാഹുവിൻ്റെ ലിക്കാഹ്, ഹൃദ്യമായ ഭക്ഷണം, അരുവികൾ ഒഴുകുന്ന തോട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് മിന്നിത്തിളങ്ങുന്ന ആഭരണങ്ങൾ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ അത് ആ പാഠം മനസ്സിലാക്കാം. അടുത്തത് എന്താണ്? അള്ളാഹു താല അനുഗ്രഹിച്ച 4 വിഭാഗത്തിൻ്റെ പേര് എഴുതുക. അള്ളാഹു താല അനുഗ്രഹിച്ച 4 വിഭാഗങ്ങൾ: നബിമാര്, അഹ്ലുബൈത്ത്, വലിയുമാർ, സജ്ജനങ്ങൾ. നബിമാർ, അഹ്ലുബൈത്ത്, വലിയുമാർ, സജ്ജനങ്ങൾ. അടുത്തത് റുദ്ദു വലദഹ ഇലൈഹ. റുദ്ദു വലദഹ ഇലൈഹ. ഇത് ആരോട് പറഞ്ഞതാണ്? ആരോട് പറഞ്ഞതാണ്? നബിതങ്ങൾ സഹാബികളോട് പറഞ്ഞതാണ്. റുദ്ദു വലദഹ ഇലൈഹ. നബിതങ്ങൾ സഹാബികളോട് പറഞ്ഞതാണ്. ഒരു പക്ഷിയെ പിടിച്ചു വെച്ചപ്പോൾ അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അതിൻ്റെ തള്ളക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ പറഞ്ഞതാണ്, മനസ്സിലാക്കുക. അടുത്തത് 5 വരി കുറയാതെ ഉപന്യസിക്കാൻ വന്നത് നരകത്തെക്കുറിച്ചിട്ടാണ്. നരകം. അപ്പോൾ നമുക്ക് ഓരോ പാഠത്തെക്കുറിച്ചിട്ടും ഇതേപോലെ 5 വരി കുറയാതെ എഴുതാൻ വന്നാൽ മനസ്സിലാക്കി എഴുതാൻ കഴിയണം. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. നരകം ശിക്ഷയുടെ വീടാണ്, അത് തിന്മ ചെയ്തവർക്കുള്ളതാണ്. കത്തിയെരുന്ന തീയാണ്, അതിൽ ഭീമൻ വിഷപ്പാമ്പുകളുണ്ട്, വലിയ തേളുകളുണ്ട്. അവിടെ ഭക്ഷണം വിഷച്ചെടിയുടെ മുള്ളാണ്, അവിടെ സന്തോഷമില്ല, കഷ്ടപ്പാടുകൾ മാത്രം. വൈലി, സക്കർ, ജഹന്നം തുടങ്ങി പല പേരുകളിലും നരകമുണ്ട്. ശിക്ഷയുടെ വീടാണ് നരകം. ഒക്കെ ചേർത്ത് നമുക്ക് 5 വരി കുറയാതെ എഴുതാൻ മനസ്സിലാക്കി പഠിക്കണം. അപ്പോൾ ഇത്രയാണ് ദുറൂസ് 2 എന്ന ചോദ്യപേപ്പറിൽ നിങ്ങൾക്ക് 2025 വന്ന ചോദ്യങ്ങൾ. മുൻ വർഷത്തെ ചോദ്യപേപ്പറുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ലഭിക്കാനൊന്ന് മെസ്സേജ് ചെയ്താൽ മതി എൻ്റെ മൊബൈൽ നമ്പറിൽ. അപ്പോൾ അതൊക്കെ ഉപകാരപ്പെടുത്താം. ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കാം, ഉത്തരങ്ങളൊക്കെ എഴുതി പഠിക്കുക എല്ലാവരും. അപ്പോൾ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റു വിഷയങ്ങളുടെ ചോദ്യപേപ്പറുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താം. അടുത്ത ചോദ്യപേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.